ഹലോ ഗൈസ്, നമ്മളിപ്പോ കുമ്പളങ്ങിയിലെ കവർ കാണാൻ വേണ്ടി പോകട്ടോ. അപ്പൊ നമ്മളോട് ഇന്നുണ്ട് അജ്മൽ ഭായ്, അജ്മലിന്റെ വൈഫ് പേര് പറയും ഷാസ്മിന, അതുപോലെ തന്നെ ഹെയ്സൽ. നമ്മൾ സ്നേഹത്തോടെ ഹെയ്സു എന്ന് വിളിക്കും. അപ്പൊ നമ്മള് കാക്കനാട് നിന്ന് നേരെ 25 കിലോമീറ്റർ അപ്പുറത്തുള്ള കുമ്പളങ്ങിലെ വരമ്പ് റെസ്റ്റോറന്റ് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 15 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി കാണാം. നമ്മള് കുമ്പളങ്ങി മോഡൽ വില്ലേജ് കയറിയിട്ടുണ്ട്. നമുക്കിനി വരമ്പ് റെസ്റ്റോറന്റിലേക്ക് 6 കിലോമീറ്റർ ഉള്ളത്, അതായത് 19 മിനിറ്റ്. നമുക്കിപ്പോൾ സമയം 9:53 അപ്പോൾ നമ്മൾ കവർ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോ നോക്കാം. അപ്പോൾ എന്താണ് കവർ കാണുന്നതിനുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? അജ്മലിക്ക ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഷാസ്മിന താത്ത കണ്ടിട്ടില്ല. അപ്പം എന്താണ് എക്സ്പെക്ടേഷൻ എന്തെങ്കിലും ഉണ്ടോ? എക്സൈറ്റഡ് ആണോ? ആഗ്രഹിച്ച് വന്നതാണല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, ഭാഗ്യമുണ്ടോ നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി വരമ്പെന്ന് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടുത്തെ നമ്പർ എടുത്ത് വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു കയാക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം. കയാക്കിംഗ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കവർ കാണാൻ പറ്റുമെന്നാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്ഥിതിയൊക്കെ നോക്കിയിട്ട് പറയുന്നതായിരിക്കും. കയാക്കിങ്ങിന് പോകണോ അതോ അല്ലെങ്കിൽ നമുക്ക് നടന്നു പോയി കാണാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടോ നോക്കാം. അങ്ങനെ നമ്മൾ കുമ്പളങ്ങി കണ്ടച്ചൻ കടവ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി 2 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി. ട്രാഫിക് ആട്ടോ. നമ്മൾ നോക്കുമ്പം ഒരു ഫ്രണ്ടിൽ ഒരു ഇന്നോവ ഇങ്ങനെ കിടക്കുന്നു. എന്താ അവസ്ഥ? പെരുന്നാളൊക്കെ കഴിഞ്ഞ് അവധിയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ഫുള്ള് കുമ്പളങ്ങിക്ക് വന്നേക്കുമെന്ന് തോന്നുന്നു. ദൂരെ നമുക്ക് ഇലുമിനേഷനൊക്കെ ഇട്ടിട്ട് ഒരു കട കാണാം. അതാണോ വരമ്പല്ല? ഇവിടുന്ന് 1.7 കിലോമീറ്റർ ഉണ്ട് വരമ്പ് റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. നമ്മൾ നോക്കുമ്പം ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ട്രാഫിക് ആയിട്ട് നമ്മൾ ചെറിയൊരു പ്ലാൻ മാറ്റി. അപ്പോൾ അജ്മൽ ഭായ് വണ്ടി പുറകെ കൊണ്ടിട്ട് നമുക്ക് നടന്നു വരാം. ഒരു 1.7 കിലോമീറ്റർ നടക്കാറുണ്ട്. കുഴപ്പമില്ലല്ലോ അല്ലേ? രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനോ ഇപ്പൊ വന്നു എന്റെ കയ്യിൽ വരാൻ തുടങ്ങിയല്ലോ, അപ്പൊ കുഴപ്പമില്ലല്ലേ? ബൈക്കാർക്ക് ഇതാണ് സുഖം. ബൈക്കാർക്ക് ഏത് വഴി വേണം നുഴഞ്ഞു കയറി പോവാം. കാറുകാരാണ് പെടാൻ പോകുന്നത്. നമ്മളിപ്പോ ഏകദേശം കുമ്പളങ്ങി ഗ്രാമത്തിലെത്തി. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി തിരിച്ച് പോവാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ആണോ? തട്ടിയോ? അങ്ങനെ മൊത്തത്തില് ഒരു ട്രാഫിക് ജാം നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് പോവാം, അതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ കുമ്പളങ്ങി വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഒരിക്കലും 4 വീലറിൽ വരരുത്. നമ്മൾ 2 വീലറിൽ മാത്രമേ വരാവൂ. അപ്പോൾ ഒരു പാഠം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ നൈസായിട്ട് ഇവിടെ വഴിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇനി ബാക്കി നടന്നു പോകാം. കാരണം നമ്മൾ കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി കൂടുതൽ പെടത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. അല്ലാതെ രക്ഷയില്ല. പക്ഷെ നടക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ റോട്ടിൽ ഫുള്ള് വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ടോ? നമ്മൾ ഇവിടെ വെച്ചാണ് നിർത്തിയത്. ബാക്കി റോഡിൽ ഫുള്ള് വണ്ടിയാണ്. 2 വീലറും കാറും ഭയങ്കര ബഹളം. ഇത്രയും ട്രാഫിക്കാണ് ഈ രാത്രി. ഇപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കിനി 1 കിലോമീറ്ററോടെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇങ്ങനെ ചിരിക്കല്ലേ, വണ്ടി നടക്കുന്നുണ്ട്. യേശു എന്താണ് പറയാനുള്ളത്? ഹായ് പറ. തപ്പിയത്തെ വരമ്പ് റെസ്റ്റോറന്റ് അടുത്തെത്തി കേട്ടോ. ഇവിടെ നിന്ന് ഇനിയും 900 മീറ്റർ ലെഫ്റ്റ് പോകണം. അപ്പോൾ നമുക്ക് നടക്കാം. ആകാശത്ത് നക്ഷത്രങ്ങൾ ഭയങ്കര രസമുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണാമോ എന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ. അജുൻ ഭായ്, നമ്മളിപ്പോൾ എന്ത് കാണാൻ വേണ്ടി വന്നേക്കുന്നത്? ബയോലുവോ? ബയോ എന്തോന്ന്? ബാക്കി എന്താണെന്ന് അറിയില്ല. പക്ഷെ ശരിക്കും ഇതിന്റെ കവറിന് ഇംഗ്ലീഷ് വാക്ക് ബയോ ലൂമിനസൻസ് എന്നാണ്. അപ്പം നടന്ന് വരമ്പിന് അങ്ങോട്ട് പോകട്ടോ. എനിക്ക് തോന്നുന്നു വരമ്പ് റെസ്റ്റോറൻറ്റ് അവിടെ അത്ര തിരക്കൊന്നുമില്ല. എല്ലാവരും കുമ്പളങ്ങി നൈസ് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അടുത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് ചീനവല പോലെ കാണാം കേട്ടോ, ചെമ്മീൻ കെട്ടിൻ്റെ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. ഇവിടെ നടന്നിട്ട് എത്തുന്നില്ല കേട്ടോ വരമ്പ്. ആദ്യം കാണിച്ചത് 200 മീറ്റർ എന്നായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് വരമ്പ് റെസ്റ്റോറൻറ്റ് കാർ പാർക്കിങ്ങിലേക്കാണ്. അപ്പോൾ ഇനി ഒരു 500 കിലോമീറ്റർ നടക്കാറുണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ആയി നടക്കാൻ തുടങ്ങിയിട്ട്. ഗൈസ്, നമ്മളങ്ങനെ ഒരു ചെറിയൊരു ഊടുവഴി പോലെ എടുത്തിട്ടുണ്ട്. അവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ജങ്കാർ വഴി നമുക്ക് പോകാമെന്നാണ്. പക്ഷേ അതിന് പേയ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ നൈസായിട്ട് 240 മീറ്റർ നടക്കാമെന്ന് വിചാരിച്ചു റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടി. എന്ത് പറയുന്നു? നല്ല എക്സ്പീരിയൻസ്. ഓ, ഇതൊരു ടാസ്ക് വഴിയാട്ടോ. നമ്മളൊരു ഊടുവഴി എടുത്തെന്ന് പറയാൻ ഇച്ചിരി റിസ്കി വഴിയാണ്. അങ്ങനെ ചെറിയൊരു പാലം കടന്നു വേണം. അജ്മൽ ഭായും മോളും വന്നു. താത്തതേ ഫ്രണ്ടിൽ പോയി. നമ്മൾ ശരിക്കും ജങ്കാറ് വഴി 10 രൂപ ലാഭിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ വഴി കറക്റ്റാട്ടോ. വഴിയുടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. വേറൊരു ടീം എനിക്കൊന്ന് ജങ്കാറിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കൃത്യമായിട്ട്. മുമ്പോട്ട് തന്നെ പോയി നോക്കാം എന്താണ് അവസ്ഥ. വരമ്പ് റെസ്റ്റോറൻറ്റിലെത്തും. എന്തായാലും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അതേ ഒരു വെട്ടം കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണ് വരമ്പെന്ന്. പക്ഷെ ഇതേതോ കാട്ടിക്കൂടെ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നത്. അതേത് വഴി? അതാണ് വഴി. അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, നമുക്ക് നോക്കാം അവിടെ എന്താണ്.
എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന്. ഓ ഇതാണ് കേട്ടോ വഴി, വരമ്പ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ വഴി തെറ്റുന്നുള്ള പേടി വേണ്ട. ഗൈസ് ഫോളോ മീ. ഗൈസ് ഈ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറയൂ അജ്മൽ കാക്ക, എങ്ങനെയുണ്ട്? അതെന്താ ഏതാ കെച്ചുവിടെ ബാഗ്? എല്ലായിടത്തും സൈൻ ബോർഡ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇരുട്ടത്ത് നമ്മളെത്തും, ഫ്ലാഷ് അടിച്ചാൽ മാത്രം മതി. ഗൈസ് ഫൈനലി നമ്മൾ വരമ്പ് റെസ്റ്റോറൻറ്റ് എത്തിയെന്ന് തോന്നുന്നു. കുറേ ലൈറ്റിങ് ഇട്ടേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ നല്ലൊരു സ്പോട്ടിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും വരമ്പ് റെസ്റ്റോറൻറ്റ് ബോർഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് കേട്ടോ, ആരുടെ ചിരിയും കളിയൊക്കെ കേൾക്കുന്നു. നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ.